അപ്പോൾ തുടങ്ങാം. ഇന്നലെ കയറി വന്ന ഇവൻ ഇത്രയും സീനിയറായ നമ്മളെ പണി പഠിപ്പിക്കാൻ പോകുന്നു. നീ എന്തെങ്കിലും കാണിക്ക്. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ഇതുവരെ കുറേ തെണ്ടികളെ കണ്ടു. ഇനി ഈ വരുന്നത് എന്ത് കടുംപെട്ടാണോ എന്നാണ് എൻ്റെ മനസ്സിലപ്പോൾ തോന്നുന്നത്. പുള്ളിക്ക് കുടുംബമില്ല, ഭാര്യയില്ല, മക്കളില്ല, അപ്പനില്ല, അമ്മയില്ല, ആരുമില്ല. അതുകൊണ്ട് ഒരു വീട്ടിൽ പുള്ളി ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. പുള്ളി ലാസ്റ്റ് ഫ്രൈഡേ ജോലി കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് സാറ്റർഡേ എപ്പോഴോ ആ വീട്ടിൽ കിടന്ന് മരിച്ചുപോയി. അപ്പോൾ തുടങ്ങാം. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുതിയ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഈ ആൽക്കഹോളിൻ്റെ ബോട്ടിൽസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലേക്കാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ജോലി കിട്ടി ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആദ്യത്തെ ഒരാഴ്ച എനിക്ക് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അഗ്രസീവായിട്ടുള്ള ട്രെയിനിങ്. എനിക്ക് മെഷീൻസിനെ പറ്റി ക്ലാസ് എടുക്കുന്നു, മെക്കാനിക്കൽ കാര്യങ്ങളെ പറ്റി, ഇലക്ട്രിക്കൽ കാര്യങ്ങളെ പറ്റി, പുതിയ സോഫ്റ്റ്വെയർനെസിനെ പറ്റിയൊക്കെ ഭയങ്കരമായിട്ട് ക്ലാസ് എടുക്കുകയാണ്. ഞാൻ തീരെ സഹിക്കാൻ മേലാതിരുന്ന് ഒരു വിധത്തിൽ ഈ ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്യുകയാണ്. അങ്ങനെ ഒരാഴ്ചത്തെ ക്ലാസ്സിന് ശേഷം ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് ചെല്ലുന്നു, ജോലി തുടങ്ങുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു സ്ഥലത്ത് പലതരത്തിലുള്ള മദ്യത്തിൻ്റെ കുപ്പികൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു പുതിയ ബ്രാൻഡ് മദ്യത്തിൻ്റെ കുപ്പി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പുതിയ ലൈൻ തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പുതിയ ലൈനിൻ്റെ സെറ്റിങ് കഴിഞ്ഞ സമയത്താണ് എന്നെ ഹയർ ചെയ്യുന്നത്. അതായത് 4 പേരെയാണ് ഹയർ ചെയ്യുന്നത്. ഈ 4 പേരെ മാത്രമാണ് ഈ ഒരാഴ്ച ട്രെയിൻ ചെയ്തിരിക്കുന്നത്. ഈ മെഷീൻ എന്താണ്, ഇതിൻ്റെ സോഫ്റ്റ്വെയർ എന്താണ്, ഈ ടൈപ്പ് കാര്യങ്ങളെല്ലാം ഒറ്റയാഴ്ചത്തെ ട്രെയിനിങ് മാത്രമേ തന്നിട്ടുള്ളൂ. മാത്രമല്ല കമ്പനിയിലുള്ള വേറെ ആർക്കും ഇതിനെക്കുറിച്ചുള്ള ഫോമൽ ട്രെയിനിങ് കൊടുത്തിട്ടുമില്ല. അപ്പോൾ ഇതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് ഒരു വലിയൊരു ലൈനിൽ വർക്ക് നടക്കുമ്പോൾ അതിൻ്റെ ഒരു എൻഡിൽ നിൽക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലൈൻ മൊത്തത്തിൽ നിന്ന് പോകും. അപ്പോൾ ഇത് വല്ലാത്ത റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റിയുടെ ഭാരം താങ്ങാൻ പറ്റാതെ 2 പേര് അപ്പോൾ തന്നെ ജോലി ഉപേക്ഷിച്ച് പോയി. ഞങ്ങൾ 2 പേര് ജോലിക്ക് കയറുന്നു. അപ്പോൾ ഞങ്ങൾ ജോലിക്ക് കയറുന്ന സമയത്ത് വിവിധ സമയങ്ങളിലാണ് ഞങ്ങളുടെ ജോലി. അതായത് എപ്പോഴൊക്കെ ഈ കമ്പനിയിൽ പർട്ടിക്കുലർ പരിപാടി നടക്കുന്നുണ്ടോ ആ സമയത്ത് ഇതറിയാവുന്ന ഒരേ ഒരാളെ കമ്പനിയിൽ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ 3 ആഴ്ച കഴിഞ്ഞ് ഞാൻ ഏകദേശം ഒരു ഓക്കെ ആയ സമയത്ത് എനിക്ക് കമ്പനിയിൽ നിന്നൊരു അപ്ഡേറ്റ് കിട്ടി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളത് സോർട്ട് ഔട്ട് ചെയ്യുന്ന സമയത്ത് മെക്കാനിക്സിനെ എല്ലാം വിളിച്ച് അവരെയും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. കാരണം അവർക്ക് ട്രെയിനിങ് കൊടുക്കാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായില്ല. അന്ന് കമ്പനിയിൽ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ. സോ അങ്ങനെ ആ പരിപാടി തുടങ്ങിയ സമയത്ത് മെക്കാനിക്സ് ഒക്കെ വരും. പക്ഷേ ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ കയറി വന്ന ഇവൻ ഇത്രയും സീനിയറായ നമ്മളെ പണി പഠിപ്പിക്കാൻ പോകുന്നു. നീ എന്തെങ്കിലും കാണിക്ക്. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇതേ ആറ്റിറ്റ്യൂഡാണ്. സോ പല ഷിഫ്റ്റ് വരുമ്പോൾ പല മെക്കാനിക്സ് ആയിരിക്കും വരുന്നത്. അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാവരെയും കണ്ടും മടുത്ത് വെറുത്ത് ഞാനിരിക്കുമ്പോൾ ഒരു പുതിയ ഷിഫ്റ്റിൽ 2 പേര് വരുന്നു. ഒരു മെയിൻ മെക്കാനിക്കും ഒരു അസിസ്റ്റൻറ്റും. ഈ മെയിൻ മെക്കാനിക്കിനെ കണ്ടതേ എൻ്റെ കിളി പോയി. കാരണം പുള്ളിയെ കണ്ട ഒരു ബാസ്കറ്റ് പ്ലെയറിനെ പോലെ ഇരിക്കും. പുള്ളി ബ്ലാക്ക് ആണ്, ഒരു 6-6.5 അടിപ്പോളം പൊക്കമുണ്ട്, അതിനൊത്ത ശരീരമുണ്ട്, ഭയങ്കര ഗാംഭീര്യമുള്ള ഒരു വോയിസ് ഉണ്ട്, ഒരു 50-ന് മുകളിൽ പ്രായമുണ്ട്. പുള്ളി ഇങ്ങോട്ടേക്ക് കയറി വരികയാണ്. അപ്പോൾ പുള്ളിയെ കണ്ടപ്പോഴേ എൻ്റെ മൈൻഡ് വോയിസ് വാസ് ലൈക്ക് ഇതുവരെ കുറേ തെണ്ടികളെ കണ്ടു, ഇനി ഈ വരുന്നത് എന്ത് കടുംപെട്ടാണോ എന്നാണ് എൻ്റെ മനസ്സിലപ്പോൾ തോന്നുന്നത്. പക്ഷേ ഈ പുള്ളി എൻ്റെ അടുത്ത് നേരെ വന്നിട്ട് ആദ്യം പറയുന്നത്, തോമസ് എനിക്ക് ഈ സംഭവം അറിയില്ല, അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു തരണം പ്ലീസ്, താങ്ക് യു എന്നാണ് പുള്ളി പറയുന്നത്. അത് പെട്ടെന്ന് കേട്ട എനിക്ക് പുള്ളിയുടെ കൂടെ വന്ന അസിസ്റ്റന്റിന് ഒരു ഞെട്ടലായിപ്പോയി. കാരണം സീനിയോറിറ്റി ഒരു ജാടയില്ല, പുള്ളി വളരെ സിമ്പിളായിട്ട് ഈ കാര്യം പറഞ്ഞു എന്നുള്ളത്. പുള്ളിയുടെ അസിസ്റ്റന്റ് പുള്ളിയുടെ അടുത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് അത് ചോദിക്കുകയും ചെയ്തു. ഉടനെ പുള്ളി പറഞ്ഞു, നോ അങ്ങനെയല്ല, നമുക്കിത് അറിയില്ലാത്തപ്പോൾ നമ്മൾ പഠിക്കണം, അതിന് സീനിയോറിറ്റി അതിലൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു. ലെനി എന്നായിരുന്നു പുള്ളിയുടെ പേര്. അതിനുശേഷം ലെനിയും ഞാനും തമ്മിൽ നല്ലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടായി മാറി. എപ്പോഴെങ്കിലും ഞങ്ങൾ ഫ്രീ ആയിട്ട് വരുമ്പോഴോ മീറ്റ് ചെയ്യുമ്പോഴോ ഞങ്ങൾ ഒരുപാട് സംസാരിക്കും. സിനിമയെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കുമായിരുന്നു. ഗ്ലോബൽ സിനിമയെ പറ്റി, ഈവൻ മലയാള സിനിമ, മമ്മൂട്ടി, മോഹൻലാൽ, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പുള്ളിയോടൊക്കെ അങ്ങനെ ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ആളുകളെ കാണുമ്പോൾ പുള്ളി വെറുതെ എന്നെ അങ്ങ് ബൂസ്റ്റ് ചെയ്യും. സ്മാർട്ട് ഗായ്, എന്നെ അത് പഠിപ്പിച്ചു ഇത് പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ കുഴപ്പമില്ലാതെ ഇങ്ങനെ സൗഹൃദം ഇങ്ങനെ മുമ്പിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം പുള്ളി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നാളെ ഞാൻ റിട്ടയർ ചെയ്യുകയാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഐ വാസ് ലൈക്ക് എന്തിനാണ് റിട്ടയർ ചെയ്യുന്നത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് പുള്ളി കാണുന്നത് പോലെയല്ല, പുള്ളിക്ക് നല്ല പ്രായമുണ്ട്. പുള്ളിക്ക് ഏകദേശം ഒരു 10-65 വയസ്സൊക്കെ ആയി, റിട്ടയർമെൻറ്റ് പ്രായമായി. അങ്ങനെ പുള്ളി നിർത്തുകയാണെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ശരി ഓക്കെ ഹാപ്പി റിട്ടയർമെൻറ്റ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചുമ്മാ ചോദിച്ചു, എന്താണ് റിട്ടയർ ചെയ്തിട്ടുള്ള പരിപാടി എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അതുവരെ ഞങ്ങൾ സംസാരിക്കാത്ത ഒരു ഇമോഷണൽ ട്രാക്കിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പുള്ളി പറയുന്നത്. പുള്ളി പറഞ്ഞു, ഞാൻ എൻ്റെ നന്നേ ചെറുപ്പത്തിൽ ഈ നാട്ടിൽ വന്നതാണ്, ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഈ കഷ്ടപ്പാട് എൻ്റെ കുടുംബത്തിനെ രക്ഷിക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. എൻ്റെ അപ്പനെയും അമ്മയെ ഞാൻ നോക്കി, എൻ്റെ സഹോദരങ്ങളെ ഞാൻ നോക്കി, ഞാൻ വിവാഹം കഴിച്ചു, എൻ്റെ മക്കളുണ്ടായി, എൻ്റെ മക്കളെ എല്ലാം നോക്കി, എൻ്റെ ഭാര്യയെ നോക്കി, എൻ്റെ കുടുംബം നോക്കി, വീട് മേടിച്ചു, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ഇനി വേണം എനിക്ക് എൻ്റെ ഇഷ്ടത്തിനൊന്ന് ജീവിക്കാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് എക്സാക്ട് പ്ലാൻ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഒരാഴ്ചത്തേക്ക് ഞാനൊരു റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞാനൊരു സ്ക്രീൻ റൈറ്റിംഗ് കോഴ്സ് കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് സ്ക്രീൻ റൈറ്റിംഗ് ഒക്കെ പഠിക്കാനുള്ള ഒരു
ശ്രമമാണ് ഞാൻ ഇന്ന് നടത്താൻ പോകുന്നത്. സ്ക്രീൻ റൈറ്റിംഗ് ഒക്കെ പഠിച്ചിട്ട് എൻ്റെ മനസ്സിൽ കുറേ ഐഡിയ ഉണ്ട്, എനിക്ക് അതൊക്കെ എഴുതണം എന്നൊക്കെ എൻ്റെ അടുത്ത് തോന്നി. അപ്പോൾ ഞാനും ഭയങ്കര ഹാപ്പി. ഞാൻ പറഞ്ഞു ഓൾ ദ ബെസ്റ്റ്, അങ്ങനെ നടക്കട്ടെ. ഇപ്പോൾ പിന്നീട് എനിക്ക് പറയാമല്ലോ എൻ്റെ ഫ്രണ്ട് ലെനിയാണ് അതിൻ്റെ അത് റൈറ്റ് ചെയ്തതെന്ന് പറയാമല്ലോ, പിന്നീട് നമുക്ക് ഒന്നിച്ച് കൊളാബറേറ്റ് ചെയ്ത് വർക്കുകൾ ചെയ്യാമല്ലോ എന്നെല്ലാം പറയുന്നു. വളരെ ഹാപ്പി ആയിട്ട് ലെനിയെ റിട്ടയർമെൻറ്റിന് പറഞ്ഞു വിടുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ രാവിലെ ജോലിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ കാണുന്നത് HR നോട്ടീസ് ബോർഡിൻ്റെ അകത്ത് നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ എടുക്കുകയും പുതിയ പേപ്പേഴ്സ് ഒട്ടിക്കുകയാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ പുള്ളിക്കാരി പറഞ്ഞാൽ തോമസ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് എന്നെ അടുത്ത് വിളിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു ഇതൊന്ന് പിടിക്കുമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇനി ഫിക്സ് ചെയ്യാനുള്ള പേപ്പേഴ്സ് അവിടെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന പഴയ നോട്ടീസസ് ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്തു മാറ്റുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കയ്യിലിരുന്ന പേപ്പേഴ്സ് ഓരോന്നായിട്ട് നോക്കുമ്പോൾ ഒരെണ്ണത്തിൽ ലെനിയുടെ ഒരു വലിയ ഫോട്ടോ. ഐ വാസ് ലൈക്ക് എന്തിനാ ലെനിയുടെ ഫോട്ടോ എന്ന് പറഞ്ഞ് ഞാൻ ആ സാധനം മൊത്തം വായിച്ചു നോക്കുമ്പോൾ ഞാൻ അറിയുന്നത് ലെനിയുടെ മരണവാർത്തയാണ്. ലെനി മരിച്ചു എന്നുള്ള വാർത്ത പുള്ളിക്കാരൻ്റെ ഫാമിലി ഇവരെ അറിയിച്ചതിന് ശേഷം കമ്പനി നോട്ടീസ് ബോർഡിൽ ഈ സാധനം ഇടുകയാണ്. അപ്പോൾ തന്നെ ഞാൻ പുള്ളിക്കാരിയോട് ചോദിച്ചു എന്ത് പറ്റിയാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അറിയില്ല, പെട്ടെന്നുള്ള മരണമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ സാധനം കൊടുത്ത് ഞാൻ ജോലിക്ക് പോയി. അന്നത്തെ ദിവസം ഞാൻ ജോലിക്കിരിക്കുന്ന സമയം മുഴുവൻ ഞാൻ ഈ ഒരേ കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ അവസാനത്തെ കോൺവെർസേഷൻ, ജീവിതകാലം മുഴുവൻ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, ഇനി എനിക്ക് വേണ്ടി ജീവിക്കണം, ഒരാഴ്ച ഞാനൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു ദിവസം പോലും പുള്ളിക്ക് വേണ്ടി ജീവിക്കാൻ പുള്ളിക്ക് പറ്റിയില്ല. അതിനു മുമ്പേ പുള്ളി ഈ ലോകത്തുനിന്ന് പോകേണ്ട വന്നു. ഞാനിത് പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയും കൂടി എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, അതും കൂടെ അങ്ങ് പറയാം. ഞാൻ കുറച്ച് കാലത്തിന് ശേഷം എനിക്കൊരു പ്രൊമോഷൻ കിട്ടി, ഞാൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ വന്ന് ഞാൻ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ മറ്റൊരാളിനെ കാണുന്നു. പുള്ളിയുടെ പേര് അല്ലെങ്കിൽ വേണ്ട, പുള്ളിയുടെ ഒറിജിനൽ പേര് ഞാൻ പറയുന്നില്ല. പുള്ളി ഒരു വൈറ്റ് ആയിരുന്നു. പുള്ളിയുടെ ജീവിതം കുറച്ചും കൂടെ കഷ്ടമാണ്, അതുകൊണ്ട് പുള്ളിയെ നമുക്ക് തൽക്കാലം രാമു എന്ന് വിളിക്കാം. സോ രാമുവിനെ എനിക്ക് കണ്ട് ഉള്ള പരിചയമുണ്ട്, ഇടയ്ക്കൊന്ന് സംസാരിക്കുമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് വലിയ ബന്ധങ്ങളൊന്നുമില്ല. സോ എനിവേ എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾക്ക് ടീം മീറ്റിംഗ് ഉണ്ടാകും. ഒരു ദിവസം തിങ്കളാഴ്ച രാവിലെ ടീം മീറ്റിങ്ങിന് വന്നിരിക്കുന്നു. അന്ന് എല്ലാവരും ഉണ്ട്, രാമു മാത്രമില്ല. രാമു വന്നില്ല എന്നുള്ള രീതിയിൽ പോയി. നെക്സ്റ്റ് ഡേ ചൊവ്വാഴ്ച രാവിലെ ടീം മീറ്റിംഗ് നടത്തുമ്പോഴും രാമു ഇല്ല. അപ്പോൾ അതൊരു സംസാരമായി, രാമു എന്തുകൊണ്ടാണ് ഓഫ് പോലും വിളിച്ച് പറഞ്ഞില്ലല്ലോ എന്നുള്ള സംസാരമായി. അപ്പോൾ ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ് ഞാൻ അത് അന്വേഷിക്കാമെന്നെല്ലാം പറയുന്നു. നെക്സ്റ്റ് ഡേ ബുധനാഴ്ച രാവിലെ ഞങ്ങൾ ടീം മീറ്റിങ്ങിലിരിക്കുമ്പോൾ ആ ന്യൂസ് ഞങ്ങളുടെ ഹെഡ് ഞങ്ങളോട് പറയുകയാണ്, രാമു മരിച്ചു എന്നുള്ള കാര്യം പറയുകയാണ്. രാമു മരിച്ചിട്ട് എന്തുകൊണ്ടാണ് അറിയാൻ ഇത്രയും താമസിച്ചതെന്ന് ചോദിച്ചാൽ, രാമു ഒറ്റയ്ക്കാണ് ജീവിച്ചിരുന്നത്. പുള്ളിക്ക് കുടുംബമില്ല, ഭാര്യയില്ല, മക്കളില്ല, അപ്പനില്ല, അമ്മയില്ല, ആരുമില്ല. അതുകൊണ്ട് ഒരു വീട്ടിൽ പുള്ളി ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. പുള്ളി ലാസ്റ്റ് ഫ്രൈഡേ ജോലി കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് സാറ്റർഡേ എപ്പോഴോ ആ വീട്ടിൽ കിടന്ന് മരിച്ചുപോയി. സാറ്റർഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ ഇത്രയും ദിവസം കിടന്ന് ട്യൂസ്ഡേ ആളുകൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഇദ്ദേഹം മരിച്ചുപോയി എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. പിന്നീട് പുള്ളിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് പുള്ളിക്ക് ബന്ധുക്കളായിട്ട് ആകെ 2 പേരേ ഉള്ളൂ. ഒരു സഹോദരിയും ഒരു മൂത്ത സഹോദരനും ഉണ്ടായിരുന്നു. സഹോദരി കുടുംബമായിട്ട് മറ്റൊരിടത്ത് താമസിക്കുകയാണ്. ഈ സഹോദരനും ഒരല്പം പ്രായമായതാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഒറ്റയ്ക്ക് പുള്ളിയുടെ കാര്യങ്ങൾ ചെയ്യാനൊരല്പം ബുദ്ധിമുട്ടുണ്ട്. പുള്ളിക്കും കുടുംബമൊന്നും. അതുകൊണ്ട് രാമുവാണ് ഈ സഹോദരനെയും പണം കൊടുത്ത് സഹായിച്ചിരുന്നത്. അപ്പോൾ ആ സഹോദരൻ്റെ അടുത്തുള്ള സംസാരത്തിനിടയ്ക്ക് നിന്ന് കിട്ടിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രാമു എപ്പോഴും പുള്ളിയോട് പറയുമായിരുന്നു, എനിക്ക് ആരോഗ്യമുള്ള കാലം വരെ ഞാൻ പണിയെടുക്കാം, അതിനുശേഷം നമുക്ക് ഈ പൈസ എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് 2 കിളവന്മാർക്ക് കൂടെ ചേർന്ന് നമുക്ക് ഈ ലോകം മുഴുവൻ ട്രാവൽ ചെയ്യണമെന്നെല്ലാം എപ്പോഴും പറയുമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഈ രാമുവിൻ്റെ സഹോദരൻ പറഞ്ഞു. ഇതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, റിട്ടയർമെൻറ്റിന് 1 മാസം മുമ്പാണ് രാമു മരിച്ചു പോകുന്നത്. ഈ ലെനിയുടെ ആണെങ്കിലും രാമുവിൻ്റെ ആണെങ്കിലും ജീവിതം എടുത്തു നോക്കുമ്പോൾ, ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ ജീവിച്ചു, ഇനി എനിക്ക് വേണ്ടി ജീവിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റിയില്ല. ഒരാൾ എനിക്ക് ആരോഗ്യമുള്ള അത്രയും കാലം ഞാൻ പണിയെടുക്കാം, അതിനുശേഷം ഞാൻ ലൈഫ് എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞ് വിചാരിച്ചു, നടന്നില്ല. ജീവിതം എൻജോയ് ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയം ഏതാണെന്ന് ചോദിച്ചാൽ ആ സമയം ഇപ്പോഴാണ്. കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ എൻജോയ് ചെയ്യാമെന്നോ കുറേ പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ട് ഞാൻ എൻജോയ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ കൊണ്ട് നടന്നു എന്ന് വരില്ല. ജിന്ദഗി നാമിലേക്ക് ദുബാര എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഹൃതിക് റോഷൻ്റെ ഐഡിയ ഏകദേശം ഇതുപോലെയാണ്. 40 വയസ്സ് വരെ പണിയെടുക്കുക, റിട്ടയർ ചെയ്യുക, ജീവിതം എൻജോയ് ചെയ്യുക എന്നാണ്. അപ്പോൾ കട്രീന കൈഫ് പുള്ളിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, 40 വയസ്സ് വരെ നീ ജീവിക്കുമെന്ന് എന്താണ് ഉറപ്പ്? ഈ ഒരു മൊമെൻ്റ് എൻജോയ് ചെയ്യുക. ഇന്നത്തെ സന്തോഷം സാഹചര്യങ്ങൾക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ഉപേക്ഷിച്ചിട്ട് പിന്നെ ഏതെങ്കിലും ഒരു കാലത്ത് സന്തോഷിക്കാമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നില്ല എന്ന് വരും. അതുകൊണ്ട് നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിൽ ഒരു തെറ്റും നിങ്ങൾ വിചാരിക്കേണ്ട. മറ്റുള്ളവർക്ക് നിങ്ങളൊരു ഉപദ്രവം ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ ചെയ്യുക. അതിന് യാതൊരു വിധത്തിലുള്ള തെറ്റാണ് എന്ന് വിചാരിക്കുകയേ വേണ്ട. എനിവേസ്, ഞാൻ എൻ്റെ കമ്പനിയിൽ ഞാൻ കണ്ടിട്ടുള്ള 2 പേരുടെ ജീവിതമാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ഇത് പറയുമ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യൻസിനോട് ബാക്കിയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, ഇന്ത്യൻസിനെ അവരെങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെ ഉള്ളത്. സോ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റിയ ഒരു എക്സാമ്പിൾ തന്നെ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. ആ സംഭവം എന്താണെന്നും ഇന്ത്യൻസിനോട് ബാക്കിയുള്ള രാജ്യക്കാർക്കുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്നും അത് നല്ലതാണോ മോശമാണോ എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇനി ഞാൻ വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാം. സോ ടിൽ വി മീറ്റ് അഗൈൻ, ദിസ് ഈസ് യുവർ നെയ്ബർ മല്ലു RJ ഷെറിൻ, സൈനിങ് ഓഫ്.